ISLന്റെ 8ാം സീസൺ തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിയുന്ന ഉറുഗ്വേയൻ താരമാണ് ലൂണ. അഡ്രിയാൻ നിക്കോളാസ് ലൂണ എന്ന് പറയുന്ന താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയ താരമാണ് ഇദ്ദേഹം. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരവും ഇദ്ദേഹമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറും ഇദ്ദേഹമാണെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാവുന്നതാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തിന് പകരം ഒരു അതായത് ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഒരു നല്ല ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ട് എങ്കിൽ ഇദ്ദേഹത്തിന് പകരം പുതിയൊരു പ്ലെയറിനെ സൈൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് പുതിയൊരു വാർത്ത നിലവിൽ റൂമർ അടിസ്ഥാനത്തിൽ, അത് പുതിയൊരു വാർത്തയായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് കോർണർ ഷീൽഡ്സ് എന്ന് പറയുന്ന താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ലൂണയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആണെന്ന് നമ്മൾ മുമ്പേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും പരാമർശിച്ചൊരു കാര്യമാണ് ഇദ്ദേഹം ലൂണയെ നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും കോർണർ ഷീൽഡ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് സൈൻ ചെയ്യത്തില്ല എന്നുള്ളത്. നിലവിൽ അതിനെ ഒരു ശരിവെക്കുന്നൊരു കാര്യമാണ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ലൂണയെ മാറ്റിക്കൊണ്ടാവാം, അതായത് ലൂണയെ ടീമിൽ നിന്ന് പുറത്ത് വിട്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലൂണയ്ക്ക് പകരം നല്ലൊരു റീപ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ആ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കുറച്ച് മുമ്പ് മറ്റൊരു വാർത്തയും കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. 3 വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും പുറത്താക്കുമെന്ന്. അതിൽ ഉയർന്നു കേട്ട പേരുകളാണ് ക്വാമെ പെപ്രയുടെയും മിലോസ് ഡെൻസിച്ചിൻ്റെതും. നിലവിൽ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ അതിലെ 3ാമത്തെ പേര് അഡ്രിയാൻ ലൂണയാവാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കെല്ലാം കണ്ടു തന്നെ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയെ നിലനിർത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ.